നേരത്തെയൊക്കെ ഈ CPM-ൻ്റെ പരിപാടികളിൽ കുടുംബശ്രീക്കാരെ കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. തൊഴിലുറപ്പ് പോകുന്ന ചേച്ചിമാരൊക്കെ പോയില്ലെങ്കിൽ ഫൈനൊക്കെ അടയ്ക്കണം, അങ്ങനെ പല വോയിസും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ക്ഷുഭിതനായതൊക്കെ കണ്ട്. ഇപ്പോൾ ഈ തൊഴിലുറപ്പ് അല്ലെങ്കിൽ കുടുംബശ്രീയിലെ ആളുകൾക്കൊന്നും CPM-ൻ്റെ സ്വഭാവം മനസ്സിലായിട്ടാണോ, പോയിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലായിട്ടാണോ, എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ മോളെ, അവർക്കൊക്കെ കാര്യം മനസ്സിലായി. ഈ വെയിലും കൊണ്ട് അവിടെ പോയി നിന്നാലും നിന്നില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ തൊഴിലുറപ്പുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവരുടെ പേര് വെട്ടാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ അറ്റൻഡൻസ് ബുക്കിൽ അവർക്ക് വരാൻ പറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് വരാൻ പറ്റില്ല എന്നുള്ള കാരണങ്ങൾ കൃത്യമായിട്ട് ആക്കണം. അല്ലാണ്ട് CPM-ൻ്റെ താഴെയല്ല. ഇപ്പോൾ ആദ്യം അവർ പേടിപ്പിച്ചിരുന്നു, ഞങ്ങളുടെയാണ്, ഞങ്ങളുടെ ഗവൺമെൻറ്റാണ്, ഞങ്ങളുടെ പരിപാടിക്ക് വന്നില്ലെങ്കിൽ എന്തായിരുന്നു എന്ന് പറയുമ്പോൾ ബസ്സൊക്കെ എടുത്താൽ കൊണ്ടുവരുന്നത് ഓരോ സ്ഥലങ്ങളിലേക്കും. ഇപ്പോൾ അവർക്ക് താല്പര്യമില്ല. കുടുംബശ്രീയിലും CPM-ൻ്റെ അതിപ്രസരം കുറഞ്ഞു. അപ്പം അതുകൊണ്ട് അവിടെ കുടുംബശ്രീയിലും എല്ലാ ആൾക്കാരും ഉണ്ട്. ഒരു പാർട്ടിയിലും വിശ്വസിക്കാത്ത ആൾക്കാർ വരെ ADS ചെയർമാനായിട്ടും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവർക്കാർക്കാ താല്പര്യം ഇതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവിടെ പോയാലും പോയില്ലെങ്കിലും നമുക്ക് ലൈവായിട്ട് കാണാമല്ലോ, ശരിയല്ലേ? പിന്നെ എന്തിനാ അവിടെ പോകണം? ഒരു പണ്ട് പോകുന്നത് ചിക്കൻ ബിരിയാണിയും 400 രൂപയും കിട്ടുമായിരുന്നു. ഇപ്പോൾ അവർക്ക് അതും താല്പര്യമില്ല. അതൊരു കാര്യം. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. അവർ പറയുകയായിരുന്നു, മോള് പറഞ്ഞ പോലെ തൊഴിലുറപ്പിൽ നിന്നുള്ള ആൾക്കാരെ കിട്ടാത്തതുകൊണ്ട് ഹരിതകർമ്മസേന, അതായത് വീടുകളിൽ വന്ന് വേസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുടെ യൂണിയൻ ഉണ്ടാക്കിയിരിക്കുന്നു CPM-കാർ. അപ്പോൾ അവർ പറയാലോ, അതെ ഈ ജോലി പോകും, നല്ല ശമ്പളം കിട്ടും കേട്ടോ അവർക്ക്, 10,000, 30,000, 35,000 ശമ്പളമല്ല, ഓരോ വീട്ടിൽ നിന്നും കൊടുക്കുന്ന ഇതാണ്. അത് പറഞ്ഞു വന്നപ്പോഴാണ് എന്നോടൊരു കാര്യം ഒരാൾ സംസാരിക്കുകയായിരുന്നു. നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നമ്മളുടെ സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണല്ലോ നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അപ്പം നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് എടുക്കാനുള്ള ബാധ്യതയും ആ ടാക്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. അതിനെന്തിനും നമ്മൾ വേറെ ആൾക്ക് പൈസ കൊടുക്കണം? അപ്പോഴാണ് എനിക്ക് തലയിൽ ലൈറ്റ് കത്തിയത്. ശരിയല്ലേ? നമ്മൾ എല്ലാ സൗകര്യങ്ങൾക്കും, ആ വീടിനോട് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങൾക്കും ചേർന്നാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത് എങ്കിൽ നമ്മളുടെ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയും വേസ്റ്റ് എടുക്കുന്നതും കോർപ്പറേഷൻ്റെ തന്നെ അധികാര പരിധിയിൽ വരുന്ന കാര്യമല്ലേ? അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരേണ്ട ഒരു സൗജന്യമായ ഒരു കാര്യമല്ലേ അത് എന്ന് ഒരാൾ എന്നോട് ചോദിച്ചപ്പോഴാണ് എനിക്കും തോന്നിയത്, ശരി, അടുത്ത കൗൺസിലിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ടെന്ന്. അപ്പോൾ ഇവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? അസംഘടിതമായി നിന്നിരുന്ന ഇങ്ങനത്തെ ആളുകളെ ചേർക്കാനായിട്ടുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് എൻ്റെ തലയിൽ ക്ലിക്കടിച്ചു. ഞാൻ എന്ത് ചെയ്തു? ഞങ്ങളുടെ ഡിവിഷനിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങളെയൊക്കെ BMS-ൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ വിശ്വസിക്കില്ല, ആൾക്കാർക്ക് ഇവരിലുള്ള താല്പര്യം നഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഒരു ദിവസം ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഇത്തിരി നാരങ്ങ വെള്ളം കുടിക്കുകയായിരുന്നു. ഒരു വലിയ ലോറി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. ഞാൻ പെട്ടെന്നൊന്ന് ഇതായിപ്പോയി. കാരണം ഞാനിങ്ങനെ മീഡിയയിലൊക്കെ വരികയും എനിക്ക് ശത്രുക്കളുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ അയാൾ ചാടി ഇറങ്ങി. അപ്പോൾ ഞാൻ ശരിക്കും തന്നെ ഞെട്ടിപ്പോയി. എന്താന്ന് പറഞ്ഞു, മാഡം പത്മ ചേച്ചിയല്ലേ? അപ്പോൾ ഞാൻ ഒന്നുമില്ലെങ്കിൽ മാഡം എന്ന് പറയാം, അല്ലെങ്കിൽ പത്മ ചേച്ചി എന്ന് പറയാം. തലമുടി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സോണിയ പോലെ തോന്നുന്നത് കൊണ്ടാണോ ഈ മാഡം മാഡം എന്ന് വിളിക്കുന്നത്? നമ്മുടെ സംസ്കാരത്തിൽ എവിടെയാണ് മാഡം? അയ്യോ ഇല്ല, പത്മ ചേച്ചി, ഞാൻ അതാണ് മാഡം പത്മ ചേച്ചി എന്ന് പറഞ്ഞതെന്ന്. അപ്പം ഞങ്ങൾക്കും വേണം BMS-ൻ്റെ ഒരു യൂണിയൻ. ഞങ്ങൾക്കിതൊരു ബലമാണ്. BMS-ൻ്റെ യൂണിയൻ എന്ന് പറഞ്ഞൊരു ബലമാണ്. മറ്റേത് ഞങ്ങളെയൊക്കെ പേടിപ്പിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് യൂണിയനൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന നിഷ്പക്ഷമതികളായി നിൽക്കുന്ന ആൾക്കാർ ഇവർ പേടിപ്പിക്കുകയാണ്. ഞങ്ങളുടെ യൂണിയനിൽ ചേർന്നില്ലെങ്കിൽ ഞങ്ങളുടെ യൂണിയനിലേക്കുള്ള പിരിവ് ഉണ്ട്, കിട്ടുന്ന പൈസയുടെ എല്ലാവരും കൊടുക്കണം. ഇപ്പോൾ ചുമട്ട തൊഴിലാളിയാണെങ്കിലും ഏത് തൊഴിലാളിയാണെങ്കിലും അതിൻ്റെ ഒരു അംശം ഇവർക്ക് പാർട്ടിയിലേക്ക് ലവിയായിട്ട് കൊടുക്കണം. അത് വെച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നു എന്നാണ് വൈപ്പ്. അപ്പം ഞങ്ങൾക്ക് പേടിയാവുന്നത് കൊണ്ട് ഞങ്ങൾക്കും ഒരു BMS-ൻ്റെ യൂണിയൻ വേണം. ആൾക്കാരെ പേടിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ വണ്ടി പോകുമ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകുമെന്നോ ഏതെങ്കിലും ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ പിടിക്കുമെന്നോ ഒക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടാണ് ഇവർ CITU-ൻ്റെ യൂണിയനിലേക്ക് ആൾക്കാരെ ചേർക്കാൻ വേണ്ടി, അതായത് മീറ്റിങ്ങുകൾക്ക് ആൾക്കാരുണ്ടാകാൻ വേണ്ടി മാത്രമല്ല, ലവിക്കും വേണ്ടിയിട്ട് ആൾക്കാർക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഇപ്പോൾ എനിക്കറിയാവുന്ന 1-2 ആളുകൾ പറഞ്ഞു, കുറച്ച് ഉദ്യോഗസ്ഥന്മാരാണ്, അവിടെ വേറൊരു യൂണിയൻ ഇല്ല, വരുമ്പോൾ തന്നെ ഇവർ വരികയാണ്, ഇതിൽ ചേർന്നാലേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ പുതിയ അപ്പോയിൻമെൻറ്റിൽ PSC ഒക്കെ വരുന്ന പുതിയ അപ്പോയിൻമെൻറ്റില്ലേ, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ മോശപ്പെട്ട, അതായത് ബുദ്ധിമുട്ടുള്ള സെക്ഷൻസ് തരും,
ഫയൽ എഴുതി പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഗസറ്റഡ് ഓഫീസർ തസ്തിക, അതുപോലെ PSC ടെസ്റ്റ് വഴി ക്ലർക്കായിട്ടൊക്കെ വരുന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് അവർ CPMൻ്റെ യൂണിയനിലേക്ക് ചേർക്കുന്നത്. എന്നോട് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ചേച്ചി ഞാൻ RSS ശാഖയിൽ പോകുന്ന ആളാണ്, പക്ഷേ ഇവിടെ ഞാൻ CPMൻ്റെ യൂണിയനിലാണ്. അറിയാതെ അറിയാതെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭീഷണികൾക്ക് വീണ് ഞാൻ അവിടെ മെമ്പർഷിപ്പ് എടുത്തതാണ്. ഞാൻ പരിപാടികൾക്കൊന്നും പോകാറില്ല, പക്ഷേ ഞാൻ ശാഖയിൽ ഇന്നും പോകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഇവർ ജനങ്ങളെ. ഇപ്പം അദ്ദേഹം ശാഖയിൽ പോയി പഠിച്ച് വന്ന ആളായതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ശാഖയുടെ. അല്ലാത്ത ഒരാളാണെങ്കിൽ അവരുടെ തലയിലേക്ക് മസ്തിഷ്ക പ്രക്ഷാളനമല്ലേ, നമ്മളെങ്ങനെ ചെയ്യണം, അത് ചെയ്യണം. പിണറായി സഖാവിന് ചലിക്കുന്ന കൊട്ടാരത്തിൽ പോകാം. അദ്ദേഹത്തിന് ഒരു സ്കൂട്ടറിൻ്റെ പുറകെ ഇരുന്ന് പോകാൻ പറ്റാത്ത അസുഖങ്ങളൊന്നുമില്ലല്ലോ. ഇവിടെ ആരാണ് വെടിവെച്ച് കൊല്ലാൻ പോകുന്നത് ഒരു മുഖ്യമന്ത്രിയെ? ആരും വെടിവെച്ച് കൊല്ലൂല കേരളത്തിൽ. നമ്മൾ സാക്ഷര കേരളമാണ്. ഇത്രമാത്രം ആരും, എല്ലാ പാർട്ടികളും ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് സത്യം അല്ലേ? പേരുകളുടെ ഇതല്ലാണ്ട് പ്രവർത്തനം ഇപ്പം എല്ലാവരുടെയും ഒരുപോലെയാണ്. ഈ CPM എന്ന് പറയുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സുരേന്ദ്രൻജിയുടെ യാത്രയിൽ പങ്കെടുത്ത് ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചു. അപ്പോൾ എല്ലാ ഇലക്ഷൻ്റെ സമയത്താണ്, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ്, എല്ലാ സ്ഥലത്തും പിണറായി സഖാവ് നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ. ഇതാരുടെ ചിഹ്ന പറയൂ? ഇത് കൈപ്പത്തി. അപ്പോൾ പിന്നെന്താ വ്യത്യാസം? മുഷ്ടി ചുരുട്ടി ലാൽ സലാം വിളിക്കാൻ മറന്ന കൈകൾ, ലാൽ സലാം എന്ന് പറയാൻ മറന്ന ഞാൻ പുതിയ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ എന്തിന് പഴയ ആൾക്കാരുടെ കാര്യം പോകണം? ഞാൻ വെച്ചു എന്ത് വ്യത്യാസം? അനുഗ്രഹിക്കുന്നു പ്രജകളെ, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. കോൺഗ്രസ്സേ നമ്മൾ ഇന്ത്യ മുന്നണിയാണ്. അന്ന് ഇന്ത്യ മുന്നണി ഇല്ല, എന്നാലും അതിൻ്റെ ഒരു ആരംഭമാണെന്ന് പറയും. ഇങ്ങനെ നിൽക്കുന്നത് എല്ലാ സ്ഥലത്തും ജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടും, അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഞങ്ങളുടെ പൊതുവായ ശത്രു BJP ആണ്, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് ഞങ്ങൾ. ഇപ്പോൾ പേപ്പറിൽ ഇന്നലെ വായിച്ചില്ലേ, അങ്ങോട്ടും BJP ജയിക്കുമെന്നുള്ള സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിനും വോട്ട് ചെയ്യണമെന്ന് പേപ്പറിൽ നമ്മൾ വായിച്ചില്ലേ? അപ്പോൾ ഇതാണ് ഇവരുടെ അജണ്ട എന്ന് പറയുന്നത്. അത്ഭുതം തോന്നിപ്പോയി. കൈ മുരുട്ടുക, അദ്ദേഹത്തിന് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ കൈ ചുരുട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെ? അദ്ദേഹത്തിന് വലിയ PR ഏജൻസി ഉണ്ട്. ഇനി PR ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെടാഞ്ഞിട്ടാണോ, PR ഏജൻസി പറഞ്ഞിട്ടാണോ നമ്മളേക്ക് അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത്? നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനും എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് കണ്ട്. അപ്പോൾ അദ്ദേഹം ദൈവവിശ്വാസിയായതാണോ? ഞാനൊരു ദൈവാവതാരമാണ്, കാരണഭൂതൻ, കൈകൊട്ടിക്കളി അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും ഞാനൊരു അവതാര പുരുഷനാണ്, അപ്പോൾ ഇനി ഞാൻ അവതാര പുരുഷന്മാരെ പോലെ ഇങ്ങനെ നിന്നാൽ മതിയെന്ന്. അപ്പോൾ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. EMS AKG സുന്ദരയ്യ സിന്ദാബാദ് എന്ന് വിളിച്ച് കൊണ്ടിരുന്നൊരു കാലഘട്ടത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ആ കാലഘട്ടത്തിലെ നേതാക്കൾ ആരെങ്കിലും തന്നെ ഇതുപോലെ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ? ജനങ്ങൾ ഓടിക്കൂടി, അല്ലാണ്ട് ടച്ച് കൊടുത്ത് ബിരിയാണി ഓഫർ ചെയ്ത് ആരെയും കൊണ്ടുപോകേണ്ട കാലം അന്നുണ്ടായിട്ടില്ല. ശരിയാണോ? ഈ ബസ് പോലും ഇല്ലാത്ത സമയത്ത് വഞ്ചികളിലും മറ്റേലും കയറിയാണ് ഇവരുടെ ഓരോ പരിപാടികൾക്കും ജനങ്ങൾ ചെന്നിരുന്നത്. ഓരോ നേതാവിൻ്റെ പ്രസംഗത്തിന് ആവേശപൂർവ്വമാണ് അറിയാണ്ട് കൈയടിച്ചിരുന്നത്. ഇപ്പോൾ ഒരാൾ കൈയടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡർ ചെയ്ത കൈയടി ശബ്ദം ആദ്യം വരണം. ശരിയാണ് ഞാൻ പറയുന്നത് അല്ലേ? നമുക്ക് പാർട്ടി അധപതിക്കാനല്ല, അണികളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾക്ക് അവരുടെ മീറ്റിങ്ങിൽ പോയിരുന്ന് ഇവർ പറയുന്ന എല്ലാ കള്ളത്തരവും കേൾക്കാൻ താല്പര്യമില്ല. എന്തെങ്കിലും സത്യം അവർ പറയുന്നുണ്ടോ? എന്തൊക്കെയോ പുസ്തകം വായിച്ച് ഈ ഫ്യൂഡലിസം, ഫാസിസം ഇതല്ലാണ്ട് വേറൊന്നും അവർക്ക് പറയാനില്ലേ? അതൊക്കെ കഴിഞ്ഞു. ഫ്യൂഡലിസം എന്ന് പറയാൻ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആ പാവപ്പെട്ട നമ്പൂരി ബ്രാഹ്മൺ കുടുംബാംഗങ്ങൾക്കൊക്കെ ഇപ്പോൾ 1/2 സെന്റ് സ്ഥലം പോലും ഇല്ല. പിന്നെയും ഈ ഫ്യൂഡലിസം എന്താണ്? കാലഹരണപ്പെട്ടു പോയ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ മകൻ പറയും, അമ്മേ ഈ അഭിമന്യു ചേട്ടൻ മരിച്ചിട്ട് 6 കൊല്ലമായില്ലേ, പിന്നെ എന്തിനാണ് ആ ചേട്ടൻ്റെ പടം വെച്ചേക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുക, അഭിമന്യുവിൻ്റെ കലാലയത്തിലേക്ക് സ്വാഗതം എന്ന് മഹാരാജാസ് കോളേജിന് മുമ്പിൽ. അമ്മ എന്നെ കോളേജ് പഠിപ്പിക്കല്ലേ, അമ്മയ്ക്ക് സന്തോഷമാവോ? എന്നെപ്പോലെ അഭിമന്യു ചേട്ടനെ കൊന്നതുപോലെ എന്നെയും കുത്തി കൊന്ന അമ്മയ്ക്ക് സന്തോഷമാവോ? എന്നെ കോളേജ് പഠിപ്പിക്കല്ലേ, ഞാൻ പ്രൈവറ്റായിട്ട് ഇഗ്നൂവിൽ പഠിച്ചോളാം. ഇങ്ങനെയൊക്കെയാണ് എഴുതി വെക്കുന്നത്. അഭിമന്യുവിൻ്റെ പേരിൽ ഇപ്പോഴും പണപ്പിരിവ് നടക്കുന്നുണ്ട്. ആ നമ്മളുടെ കല്യാൺ സിൽക്കിൻ്റെ മുമ്പിൽ ഒരു ദിവസം പർച്ചേസ് കഴിഞ്ഞിറങ്ങുമ്പോൾ 2-3 പെൺകുട്ടികൾ
ഒന്ന് ആൻറ്റി ഇതെടുക്കാമോ, എന്താ അഭിമന്യുവിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിർത്തൂ. ആരാ അഭിമന്യു? ഇങ്ങനെ നോക്കുക. അഭിമന്യു ആരാണെന്നും എന്തായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. പച്ച സ്വെറ്റർ ഇട്ട ആ കുട്ടിയുടെ അമ്മ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിലേക്ക് വീണ് കിടന്ന് ഞാൻ നൊന്തുപെറ്റ മകനെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് ഞാൻ കണ്ടതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ നോക്കുക. പൊയ്ക്കോളൂ, വീട്ടിൽ നിന്ന് അയച്ചേക്കണത് പഠിപ്പിക്കാനാണ്. അഭിമന്യു ചേട്ടൻ പോയി, സ്വർഗത്തിലെത്തി. ഇനി അദ്ദേഹത്തിൻ്റെ പേരിൽ പണപ്പിരിവ് വേണ്ട. ഇത് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന വേറെ ഇറങ്ങി വന്ന ആൾക്കാരും പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ട ഈ കൂപ്പൺ. ഇപ്പോഴും പണപ്പിരിവ് കഴിഞ്ഞിട്ടില്ല. ഈ രക്തസാക്ഷികളെ ഉണ്ടാക്കുക, അവരെ വിറ്റ് കാശാക്കുക, ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് തൊഴിലുറപ്പുകാരും പോവാത്തത്, എന്താണ് നമ്മുടെ കുടുംബശ്രീക്കാരും പോവാത്തത്. ഇപ്പം അതിനു വേണ്ടി വേറെ ആൾക്കാരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ.